താങ്ക്സ് ടു PVR പാസ്പോർട്ട് 28 years later എന്ന സിനിമയുടെ പ്രിവ്യൂ എനിക്ക് PVR പാസ്പോർട്ട് ഉപയോഗിച്ച് വെറും 117 രൂപയ്ക്ക് കാണാൻ പറ്റി. Audi 2-ലായിരുന്നു. Audi 2 എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്, പക്ഷെ പടം സ്കോപ്പാണ്. ഈ മിസ്മാനേജ്മെന്റ് PVR എന്ന് നിർത്തുവാവോ? 28 years later എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കണ്ടിറങ്ങി. പലർക്കും ഇതൊരു സോംബി ഫിലിം ആണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആക്ച്വലി ഈ 28 days അല്ലെങ്കിൽ 28 weeks അല്ലെങ്കിൽ 28 years ഈ സീരീസ് ഡാനി ബോyle ഡയറക്ട് ചെയ്തിട്ട് അലക്സ് ഗാർലാൻഡ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ വൈറസിനെ, അതായത് റേജ് വൈറസിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഇത് സോംബി വൈറസ് ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മരിച്ച ആളുകളാണ് സോംബിയായി മാറുന്നത്. പക്ഷെ ഈ റേജ് വൈറസ് ഇത് ഇൻഫെക്റ്റ് ആയിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ടാവില്ല, അവരെ വേണമെങ്കിൽ നമുക്ക് കൊല്ലാൻ സാധിക്കും. അത് മാത്രമല്ല ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത്, ഈ സോംബി പീപ്പിൾസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതായിരിക്കും. പക്ഷെ റേജ് വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ സ്ലോ അല്ല, വളരെയധികം ഫാസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോംബി എന്ന് പറയുന്നത് ആ വൈറസ് ബാധിച്ച് കുറച്ച് സമയമൊക്കെ കൊടുക്കുമെങ്കിൽ ഇത് വിതിൻ സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈജോടുകൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ 28 years ലേറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫെക്ട് UK ആൻഡ് പിന്നെ ഈ യൂറോപ്പിന്റെ ആ ഒരു ഭാഗമൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻഫെക്റ്റ് ആയിട്ട് മൊത്തത്തിൽ 28 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂമാനിറ്റി എത്രത്തോളം മാറി എന്നുള്ളതിന്റെ, അതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള തീം. അതായത് മനുഷ്യർ ആയി ഈ പറയുന്ന ഇൻഫെക്റ്റഡോട് ഇതുപോലുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി അവരെ വേട്ടയാടുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അത് രണ്ട് ടൈപ്പ് കമ്മ്യൂണിറ്റി. അത് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സ്പോയിലർ ആവുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഈ 28 years later എന്ന് പറയുന്നത് ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. കാരണം നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളിലാണ് ഈ സിനിമയുടെ പോസിറ്റീവുകളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഇതുപോലുള്ള വളരെ വയലൻസ് ഉള്ള, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് 12 വയസ്സുള്ള ഒരു കഥാപാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലുള്ള വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫിലിമിന് 12 വയസ്സുള്ള ഒരു ക്യാരക്ടറിനെ മുൻനിർത്തിയാണ് കഥ പറയുന്നത്. അത് തന്നെ ഒരു വെറൈറ്റി ആയിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ മൂഡ് സെറ്റിംഗ് ആണ്. കാരണം ഈ സോംബി സിനിമകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് പിന്നീട് നമുക്കതൊരു തീരെ എഫക്റ്റീവ് അല്ലാതെ വരുമ്പോൾ ഇവര് സോംബി പോലുള്ള വേറൊരു വൈറസ്, ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂഡ് സെറ്റിംഗ് ആണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നൈറ്റ് ഷോട്ട്സ് എല്ലാം എടുത്തിരിക്കുന്നത്, ഇത് ഐഫോണിന്റെ പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഐഫോണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ നൈറ്റ് ഷോട്ട്സ് എല്ലാം ഓസം. അതായത് നിങ്ങളൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഈ നൈറ്റ് ഷോട്ട്സ് ഉണ്ടാകുന്ന ഒരു രസമാണ് കാണാൻ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സമയം പേടിപ്പിക്കുന്ന സൈലൻസ് വരെ നമ്മളെ നല്ല നമ്മുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാം. അതേ രീതിയിലുള്ള സീൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, അച്ഛനും മോനും കൂടി നൈറ്റിൽ ഓടി വരുന്നത്, രാത്രി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ ഒരു നൈറ്റ് സീൻ പർട്ടിക്കുലർ, അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ വരും. അപ്പോൾ നിങ്ങളത് കണ്ടുപോകുക. അത് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് സീനാണ്. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ സൗണ്ട് മിക്സിംഗ് ആണ്. കാരണം നല്ല അടിപൊളിയായിട്ട് സൗണ്ടിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ തീം തന്നെ അങ്ങനെയാണ്. ഇതൊരു ഹൊറർ കൈൻഡ് ഓഫ് ഫിലിം ആയതുകൊണ്ട് തന്നെ സൗണ്ടിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ സൗണ്ട് മിക്സിംഗ് ഗംഭീരമാണ്. ഈ നാലാമത്തെ പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഇമോഷൻ. ഇതൊരു ഫാമിലി ഡൈനാമിക്സിന്റെ കഥയും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു വൈറസ്, റേജ് വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സർവൈവൽ എന്നതിൽ കൂടി മാത്രമല്ല ഒരു ഫാമിലി ഡൈനാമിക്സ് ഇതിന്റെ ഇടയിലൂടെ പോകുന്നുണ്ട്. ഇതിൽ അച്ഛനും മകനും അമ്മയും മകനും തമ്മിലുള്ള ഈ റിലേഷൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫാമിലി ഡൈനാമിക്സ് പ്ലസ് പിന്നെ ഈ ഹൊറർ ഈ സെറ്റപ്പിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഥ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഗംഭീരമായിരുന്നു. ഇനി അഞ്ചാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇനി ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. അതായത് സിനിമയില്ല, മൊത്തം സീരീസിലെ തേർഡ് പാർട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിന്റെ 4th പാർട്ട് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ 4th പാർട്ടിന് മുമ്പുള്ള ഒരു ക്ലിഫ് ഹാങ്ങർ എന്ന് പറയുന്നില്ല, ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഈ സിനിമയുടെ ഫ്യൂച്ചർ എന്നുള്ളത് വൺ കൈൻഡ് ഓഫ് ക്ലിഫ് ഹാങ്ങർ എന്ന് തന്നെ പറയാം. അതായത് അടുത്ത ഭാഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ എൻഡിങ് നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു എൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പോസിറ്റീവ്സ് ആയിരുന്നു. ഇനി ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ബിൽഡപ്പ് പോലെയൊക്കെ പറയുന്നു. പക്ഷെ അത് അത്ര എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഈ സിനിമ അവസാനിച്ചിട്ടില്ല, ഈ കഥ അവസാനിച്ചിട്ടില്ല. ഈ കഥയിൽ ചിലപ്പോൾ ഇനി ഇതിന്റെ 4ാം ഭാഗം വരുമ്പോൾ എനിക്കിപ്പോഴും 2ാം ഭാഗം വായിൽ വരുന്നു. ആക്ച്വലി മൊത്തം സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 4ാമത്തെ പാർട്ടാണ്. പക്ഷേ ഈ സിനിമയുടെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ കഥയാണല്ലോ അത് കണ്ടിന്യൂ ആവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഡോക്ടറിന്റെ ക്യാരക്ടറിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതായത് ഇതുപോലുള്ള ഒരു അപ്പോക്കലിപ്സ് നടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്റെ പ്രധാനപ്പെട്ട ഒരു ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു പരാതി.
അതൊരു വലിയ നെഗറ്റീവായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ കണ്ടത്. പിന്നെ ഈ സിനിമയുടെ വയലൻസ്, നല്ല കിടിലനായിട്ട് വയലൻസ് മാത്രമാണ് ഇവർ ഇങ്ങനെ തുറന്ന് കാണിച്ചിരിക്കുന്നത്. എ സർട്ടിഫിക്കറ്റ് പടമാണ്. ഇന്ത്യൻ സെൻസർ ബോർഡിന് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വയലൻസ് ആണെങ്കിലും ന്യൂഡിറ്റി ആണെങ്കിലും ഒരു ന്യൂഡിറ്റി ഇവർ ബ്ലർ ചെയ്തിട്ടുണ്ട്. പക്ഷെ വയലൻസ് ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട് വന്നിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം നമ്മൾ കാശ് കൊണ്ടൊക്കെ ഈ പടം കണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഈ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 12 വയസ്സുള്ള ഒരു കുട്ടിയാണ് നായകൻ. ആ കുട്ടി സ്പൈക്കി എന്ന് പറയുന്ന ആ ക്യാരക്ടർ അവതരിപ്പിച്ച കുട്ടി കിഡിലം പ്രകടനമാണ്. അടിപൊളി. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടിയുടെ ഇത്രയും അടിപൊളി. കാരണം ഈ കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥകൾ അത്ര സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന മാനസികാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ഇത് കിഡുമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ആരൺ ടൈലർ ജോൺസന്റെ ക്യാരക്ടർ വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഇതിന്റെ കണ്ടിന്യൂഷനിലായിരിക്കും പുള്ളിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള പുള്ളിയുടെ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കഥ കിട്ടും. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലനായിട്ടാണ് അലക്സ് ഇത് എഴുതിയിരിക്കുന്നത്. അലക്സ് ഗാർലാൻഡിന്റെ സിനിമകളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ വർഷം തന്നെ ഇറങ്ങിയ വാർഫെയർ, കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിവിൽ വാർ, പിന്നെ എക്സ് മെക്കുന, അനിഹിലേഷൻ തുടങ്ങിയ പടങ്ങളൊക്കെ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഇതുപോലുള്ള ഈ ജോണറിൽ വരുന്ന പടങ്ങൾ, പോസ്റ്റ് അപ്പോക്ലിപ്സ്, ആ രീതിയിലുള്ളതിലേക്ക് പുള്ളി കിങ് ആണെന്ന് നമുക്ക് പുള്ളിയുടെ പടങ്ങൾ കണ്ട് അറിയാം. പുള്ളി ഡയറക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ഡാനി ബോയിലിന്റെ കൂടെ ചേർന്ന് ഡയറക്ഷൻ ഇല്ല, പകരം പുള്ളി റൈറ്റിംഗ് മാത്രമാണ്. അപ്പോൾ ഇറ്റ്സ് ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ സിനിമ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. ഇത് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ഇതിന്റെ എസ്തെറ്റിക് വാല്യൂ ആണെങ്കിലും ഗംഭീരമാണ്. പിന്നെ ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. കാരണം ഇതിനകത്തുള്ള പല ഹൊറർ സീൻസ് ആണെങ്കിലും ബാക്കിയുള്ള കുറെ സീൻസ് എല്ലാം തിയേറ്ററിൽ മാത്രം വർക്ക് ആവുന്ന ഒരു പടമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. ഈ വർഷം കണ്ടതിൽ സിന്നേഴ്സിന് ശേഷം എന്നെ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത് ഈ സിനിമയാണ്. പിന്നെ ഇതൊരു എ സർട്ടിഫിക്കറ്റ് പടമാണ്. നല്ല കട്ട വയലൻസ് ഉണ്ട്. കുട്ടികളുമായിട്ട് പോകാൻ പറ്റിയ പടമേ അല്ല എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി സിനിമയുടെ ആസ്പെക്ട് റേഷ്യോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു സ്കോപ്പ് ഫിലിമാണ്. പക്ഷെ ഞാൻ കണ്ട സ്ക്രീൻ PVR Audi 2-ലായിരുന്നു ഇന്ന് 7:15 പ്രീമിയർ ഉണ്ടായിരുന്നത്. ഈ Audi 2 എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്. ഫ്ലാറ്റ് സ്ക്രീനിൽ സ്കോപ്പ് പടം വരുമ്പോൾ എന്തോരും ലെറ്റർ ബോക്സിലായിട്ടായിരിക്കും കാണുന്നത്. നല്ല കിഡിലനായിട്ട് മുകളിലും താഴെയായിട്ട് ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പടം കണ്ടത്. നോർമൽ തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷെ പ്രിവ്യൂ ഷോ ആണ്. നമുക്ക് ഈ PVR സ്ഥിരമായിട്ട് ഈ കോണ്ടന്റ് മിസ്മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി പരാതി പറഞ്ഞ് മടുത്തു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ മീ ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് വാച്ച്. എനിക്ക് വളരെ കുറച്ച് നെഗറ്റീവുകളുള്ള എന്നാൽ ഗംഭീരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. സോ ഐ റിക്വസ്റ്റ് എവറി വൺ ടു വാച്ച് ദിസ് ഫിലിം. ഇതൊരു കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ സോംബി കൈൻഡ് ഓഫ് പടങ്ങൾ ഉണ്ടാവുമല്ലോ. ആക്ച്വലി ഇതൊരു സോംബി പടമല്ല, അത് ഞാൻ വീണ്ടും പറയാണ്. പക്ഷെ ഇതുപോലുള്ള ഈ കൈൻഡ് ഓഫ് വൈറസ് ഇൻഫെക്റ്റഡ് ഫിലിംസിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പടം കണ്ടിട്ട് കുറെ കാലമായി. അങ്ങനെയുള്ളൊരു പടമാണ് 28 years later. ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അടുത്ത വർഷം. ആ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോഴേ വെയിറ്റ് ചെയ്യും.